ചേട്ടാ കരിക്ക്. ഷാഹുൽ ബ്രോ ഭയങ്കര ചൂടല്ലേ, വെറുതെ നിൽക്കുമ്പോൾ തന്നെ വേർക്കുക. അല്ല ചോദിക്കുന്നത്, ഈ സ്ഥാനാർത്ഥികളൊക്കെ എങ്ങനെയാണോ ഈ ചൂടത്ത് പ്രകടനം നടത്തുക? നമുക്കൊന്ന് പോയി നോക്കാം ഏതായാലും ഇത് കഴിഞ്ഞിട്ട്. ഏതായാലും കരിക്കൂടി. കേട്ടറിവിനേക്കാൾ വലുതാണ് പാലക്കാടൻ ചൂടെന്ന സത്യം. പോരാട്ട വീര്യത്തോടൊപ്പം പൊരിയുന്ന ചൂടും. മത്സരച്ചൂടിലുപരി പാലക്കാടൻ ചൂടിലാകും ഇക്കുറി സ്ഥാനാർത്ഥികൾ വിയർത്തു കുളിക്കുക. ഏതായാലും വെയിൽ കൊണ്ട് സ്ഥാനാർത്ഥികളുടെ ഗ്ലാമർ പോകുമെന്നുറപ്പാണ്. ഒരു ഗ്യാപ്പ് കിട്ടിയാൽ തണലിലേക്ക് മാറി നിൽക്കുകയോ കാറിൽ AC ഓണാക്കി ഇരിക്കുകയോ അല്ലാതെ മറ്റു മാർഗമില്ല. അത് ചൂട് ഒരു പ്രകൃതി നിയമമാണ്. പ്രകൃതിയെ നേരിട്ടുകൊണ്ടല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ ചൂടുള്ളപ്പോൾ ചൂടിനെ നേരിടുക, തണുപ്പുള്ളപ്പോൾ തണുപ്പിനെ നേരിടുക, അങ്ങനെയല്ലേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ചൂട് തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ കുറച്ച് പ്രതികരിക്കും. നല്ലൊരു മഴ പെയ്യട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം. രണ്ട് മുന്നണികളുടെയും പൊള്ളത്തരം കാലാകാലങ്ങളായിട്ട് വാഗ്ദാനങ്ങൾ പാലക്കാടുകാർക്ക് നൽകാറുണ്ട്, പക്ഷെ അതൊന്നും പ്രാവർത്തികമാക്കാറില്ല. അത് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ തുറന്നു കാണിക്കും. പക്ഷേ മോദി സർക്കാർ പാലക്കാടിനായിട്ട് നിരവധി പദ്ധതികൾ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യാനുള്ള, ജനങ്ങളുടെ മുന്നിൽ വെച്ചു കൊടുക്കാനുള്ള ഒരു അവസരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയങ്ങൾ ചർച്ചയാവുന്ന സമയത്ത് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. കൺവെൻഷനുകളിലാണ് നിലവിൽ കേന്ദ്രീകരിക്കുന്നതെങ്കിലും ഇലക്ഷൻ തന്ത്രത്തോടൊപ്പം ചൂടിനെ പ്രതിരോധിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ ശ്രീകണ്ഠനുമുണ്ട്. കഴിഞ്ഞ തവണയും ഞങ്ങൾ ചില നിയന്ത്രണങ്ങൾ പ്രവർത്തകർക്ക് ഏർപ്പെടുത്തിയിരുന്നു. അതിരാവിലെ ഇറങ്ങുക, അത് 11 മണിക്കുള്ളിൽ ചുരുങ്ങിയത് പ്രവർത്തനം നിർത്തുക. തെരഞ്ഞെടുപ്പ് ചൂടിൽ പാലക്കാടാണ് മുമ്പിൽ, അന്തരീക്ഷത്തെ ചൂടിൽ പാലക്കാടാണ് മുമ്പിൽ, പോരാട്ട വീര്യത്തിലും പാലക്കാടാണ് മുമ്പിൽ. പിന്നെ പൊള്ളണ വെയിലത്തും ചുടുക്കനെ ഒരു ചായ മുത്തിക്കുടിക്കുന്ന പാലക്കാട്ടുകാർക്ക് ഇതൊക്കെ എന്ത്? AV മുകേഷിനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.